സ്റ്റോർ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിയായിരിക്കും ഇനാഗ്രേഷൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ സൺഡേ, അതായത് 7th ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ബേസ് ചെയ്തിട്ട് കുറേ കസ്റ്റമേഴ്സിന് അതേപോലെ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെങ്കിൽ ഡൗട്ട്സ് ആയിരുന്നു. പിന്നെ എന്താണ് ഈ ജീനിയസ് ലാബ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണിത്, എന്താണ് ജീനിയസ് ലാബ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലബ്ബ്, നമുക്കൊരു ക്ലബ്ബുണ്ട് പാരൻസിനായിട്ടുള്ളത്. അപ്പം അതിനെപ്പറ്റിയും ഈ ഒരു 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ഈ 2 മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ജീനിയസ് ലാബ് എന്നുള്ള ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ നമുക്ക് തരും. നമ്മുടെ ആൻസർ തരുന്നത് നിഷിത്തയാണ്, നമ്മുടെ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ നിഷിത്തേനോടൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ജീനിയസ് ലാബ്. നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മാജിക് ക്ലബ്ബ്. ആ ഒരു ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, വാട്സപ്പ് ഗ്രൂപ്പ്. എന്താണ് ഈ മാജിക് ക്ലബ്ബിൽ കൊടുക്കുന്നത് എന്നുള്ളതും ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നിഷിത്തേനോട് ചോദിച്ചു നോക്കാം. നമ്മുടെ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ചോദിച്ചു നോക്കാം കേട്ടോ. ഇതെവിടെ ഉണ്ട്, നമുക്ക് നിഷിത്തേനോട് ചോദിച്ചു നോക്കാം എന്താണ് ജീനിയസ് ലാബ് എന്നുള്ളത് കേട്ടോ. നിഷ്ത, എന്താണ് ജീനിയസ് ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീനിയസ് ലാബ് എന്ന് പറഞ്ഞാൽ മാജിക് ലാംസിലെ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. കുട്ടികൾക്ക് നമ്മുടെ ഇവിടുത്തെ ടൂൾസും അതുപോലെ തന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ടൂൾസൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണിത്. അപ്പോൾ കാണിച്ചു കൊടുക്കും. പക്ഷേ നിഷ്ത, എന്നോട് ഒരു കസ്റ്റമർ ഇന്നലെ വന്ന ടൈമിൽ ചോദിച്ചു, ഈ ഒരു എക്സ്പീരിയൻസ് സെന്റർ വരുന്ന കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്താലും മാത്രമേ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെയാണോ? അല്ലല്ല, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇനി എക്സ്പീരിയൻസ് സെന്റർ കാണാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ആളുകൾക്ക് വരാം. ആൻഡ് ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഇവിടെ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ ടോയ്സൊക്കെ കുട്ടികൾക്ക് ആസ്വദിച്ച് അവർക്ക് കളിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം കൂടെയാണ് നമ്മൾ ഈ എക്സ്പീരിയൻസ് സെൻറ്ററിനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഓരോ സ്കിൽസും നമുക്ക് അസസ് ചെയ്ത് അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏത് ടോയ്സ് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയും കൂടെ നമുക്കൊരു ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ നിന്ന് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ക്ലബ്ബ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, എന്താണ് ക്ലബ്ബ്? മാജിക് ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മളുടെ മാജിക് ലാംസിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു പാരൻറ്റിങ് കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് പാരൻസ് അതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പാരൻറ്റിങ് ഗൈഡായിട്ട് അല്ലെങ്കിൽ ഒരു പാരൻറ്റിങ് പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ മാജിക് ക്ലബ്ബിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ എൻ്റെ സർവീസ് അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റ്, സ്പീച്ച് തെറപ്പിസ്റ്റ് തുടങ്ങിയ എക്സ്പേർട്സിൻ്റെ ഒക്കെ സർവീസ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവും, എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഏത് സമയത്ത് എന്ത് കൊടുക്കണം, ഒരുപാട് കൺസേൺസ് നമുക്ക് കുട്ടികളെ വളർത്തുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടും എൻക്വയറി നടത്താൻ വേണ്ടിയിട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഒരു പാരൻറ്റിങ് പാർട്ട്ണറാണ് മാജിക് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. എന്താണ് മാജിക് ക്ലബ്ബ്, എന്താണ് ജീനിയസ് ലാബ് എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു നമ്പർ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും എന്താക്കുക, ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത 2 കാര്യങ്ങളാണ്, ഒന്ന് ജീനിയസ് ലാബും ഒന്ന് മാജിക് ക്ലബ്ബും എന്താണ് എന്നുള്ളതും. ഇങ്ങനെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.